ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കപ്പഴം കൊണ്ട് നമുക്ക് ചക്കപ്പഴം വരട്ടി ഒരു പുതിയൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി കാണിക്കുകയാണ്. അതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം ചക്കപ്പഴം എടുത്തിട്ട് ഗ്രൈൻഡറിൽ മിക്സിയിൽ അരച്ചെടുക്കണം. അതിനുശേഷം ഉരുളി തീ വെച്ച് ചൂടാക്കണം. ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെല്ലം നമ്മൾ ഉരുക്കി ഒഴിക്കുകയാണ്. വെല്ലം ഉരുക്കി ഒഴിച്ചത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചക്കപ്പഴം നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2.5 കിലോ ചക്കപ്പഴം ഗ്രൈൻഡ് ചെയ്തതാണ് ഇത് ഇരിക്കുന്നത്. ഇപ്പോൾ വെള്ളം തിളച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പഴം അതിലേക്ക് മെല്ലെ മെല്ലെ ഇടുകയാണ്. ഈ ഇട്ട ചക്കപ്പഴം നമ്മൾ ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം, നിൽക്കാൻ പാടില്ല. നിന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഫുൾ ടൈം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. വെല്ലമായിട്ട് ഇപ്പം മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം തീ കുറച്ച് വെക്കണം. ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഇളക്കാൻ. ഫ്രണ്ട്സ്, നമ്മളുടെ ചക്കപ്പഴം വരട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നമ്മളിതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 6 സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് ഇപ്പോൾ. ഫ്രണ്ട്സ്, നമ്മളുടെ ചക്കപ്പഴം, തേൻ വരിക്ക ചക്കപ്പഴം നമ്മൾ മിക്സ് ചെയ്ത് ഈ അവസ്ഥയിലെത്തി. നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് ഏകദേശം 1 അവർ നമ്മളിങ്ങനെ ഇട്ട് നമ്മൾ ഇളക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും നല്ല ടേസ്റ്റാണ്. നമുക്ക് പിള്ളേർക്കും മക്കൾക്കെല്ലാം നമുക്ക് വീട്ടിൽ കൊടുക്കാനും ഗസ്റ്റ് വന്നാൽ കൊടുക്കാനും എല്ലാം നല്ലൊരു വെറൈറ്റി ഫുഡാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് വീട്ടിൽ ചെയ്യുക. ചക്കപ്പഴമൊക്കെ ഒത്തിരി നമ്മുടെ വീടുകളിലുണ്ടല്ലോ. ഞാനൊക്കെയാണ് ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ചക്കപ്പഴത്തിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിലിടണം. ഇനി വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.